അല്പസ്വല്പം വർഗീയതയും കുറച്ചധികം വലതുപക്ഷ സ്വഭാവമുണ്ടെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരൊന്നുമല്ല എന്ന് സഖാവ് പ്രകാശ് കാരാട്ടും പിന്നീട് ഗോവിന്ദൻ മാഷും പി രാജീവും ഒക്കെ പറഞ്ഞപ്പോഴും ഇവിടെ ഒരു വിഭാഗം ആളുകൾ അത് വിശ്വസിച്ചില്ല. സി പി എംകാർക്ക് തന്നെ പലർക്കും അത് ബോധ്യമായില്ല. എന്തിവർക്ക് പറ്റിയത് എന്ന് പലരും മുഖത്തോട് മുഖം നോക്കുകയും തമ്മിൽ കുശിക്കുകയും ചെയ്തു. സി പി ഐക്കാരുടെ കാര്യം പറയാൻ വേണ്ട. ബിനോയ് വിശ്വത്തിന് ഇത് എത്ര പറഞ്ഞിട്ടും ബോധ്യമായില്ല. അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിലെ സർക്കാർ എന്ന് പറയുന്നത് കടുവ, പുലി, കരടി എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കരമായ അതിഭയാനകമായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു സർക്കാരാണ് എന്നാണ്. പക്ഷേ സി പി എംകാരുടെ പ്രത്യേകിച്ച് കാരാട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് അദ്ദേഹങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നുമല്ല. 5 കൊല്ലത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടത്തുകയും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തതാണ്. ഇവിടെ ഇപ്പോഴും സ്വതന്ത്രവും സുതാര്യവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ കഴിഞ്ഞ 2 തവണയായിട്ട് LDF ജയിച്ചത്. കോൺഗ്രസ്സുകാർ പറയുന്ന രീതിയിൽ ബൂത്ത് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയിട്ടോ ആണെങ്കിൽ CPM ജയിക്കില്ലല്ലോ, BJP ഇവിടെയും ജയിച്ചാൽ. അപ്പോൾ CPM ജയിക്കുന്ന, ഇടതുപക്ഷം ജയിക്കുന്ന ഇവിടെ സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുകൊണ്ട് തന്നെയാണ്. ഇനി അതിൽ എന്തെങ്കിലും ചില പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്ന് കരുതി തെരഞ്ഞെടുപ്പ് ജയിച്ച അധികാരത്തിൽ വരുന്ന പാർട്ടിയെ ഒരു കാരണവശാലും ഫാസിസ്റ്റ് എന്ന് വിളിക്കരുത്. ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നു, അതുകൊണ്ട് അവർ നമ്മളെ ഭരിക്കുന്നു, അത്രേ ഉള്ളൂ. അവരോട് നമുക്ക് പല കാര്യങ്ങളും വിയോജിപ്പുണ്ട്. ദാർശനികമായിട്ടും സൈദ്ധാന്തികമായിട്ടും തത്വശാസ്ത്രപരമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ഉള്ള വിയോജിപ്പുള്ളപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ അത് അർഹിക്കുന്ന ഒരു ഗൗരവത്തോടെയും പ്രധാനമന്ത്രിയെ അദ്ദേഹം അർഹിക്കുന്ന ബഹുമാനത്തോടും കൂടി വേണം പരിഗണിക്കാനെന്നുള്ളതാണ് CPMൻ്റെ നിലപാട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യും, ടെലിഫോൺ എക്സ്ചേഞ്ച് പിക്കറ്റ് ചെയ്യും, അതുപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ പടിക്കൽ സമരം നടത്തും. കേന്ദ്രം അത് തന്നില്ല ഇത് തന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും അതിനെ ഒരു കേന്ദ്രവിരുദ്ധ നിലപാടായിട്ടോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് സർക്കാരായിട്ട് മുദ്രയടിക്കുന്നതിനോടോ CPMന് യോജിപ്പില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനിത് പറഞ്ഞതെന്താ വെച്ചാൽ CPMകാരിത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം എൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്നല്ല, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരള മഹാരാജാവ് പിണറായി സഖാവ് ഡൽഹി സന്ദർശിക്കുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതം പിടിച്ചു മേടിക്കാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടു. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനപതി നയകോവിദനായ പ്രൊഫസർ KV തോമസ് നിർമ്മലാജിയെ നേരിട്ട് കണ്ടു, മുഖ്യമന്ത്രിയെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്തു എന്ന് പത്രത്തിൽ കണ്ടു. അപ്പോൾ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും വയനാട് പുനരധിവാസമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തോമസ് മാഷ് ആനുഷംഗികമായിട്ട് ചില കാര്യങ്ങൾ നിർമ്മലാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിച്ചു. അപ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചത് എന്താണ്, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ചെന്ന് നിർമ്മല സീതാരാമനെ മുഖം കാണിക്കും, കേരളത്തിന് തരാനുള്ള കാര്യങ്ങൾ ഇന്നതാണ് എന്ന് കണക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോരും. അവർ സൗകര്യമുള്ളത് അനുവദിക്കും, സൗകര്യമില്ലാത്തത് തള്ളിക്കളയും എന്നാണ് സാധാരണ അങ്ങനെ പതിവ്. പിണറായി വിജയന് മുമ്പും കേരളത്തിലെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ഇല്ലേ? പട്ടം താണുപിള്ള സാർ മുതൽക്ക് ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകളുണ്ടായിരുന്നു. അന്നുമൊക്കെ കേന്ദ്രത്തിൽ ഭരണമുണ്ടായിരുന്നു. പട്ടം താണുപിള്ള വലിയ പരാക്രമിയാണ് എന്ന് വിചാരിച്ച് നമ്മുടെ CD ദേശ്മുഖിൻ്റെ അതല്ലെങ്കിൽ ജോൺ മത്തായിയുടെ മുറിയിലേക്ക് വാതിൽ തള്ളി തുറന്ന് ചെല്ലുകയോ അല്ലെങ്കിൽ എടുക്കണോ കാശ് എന്നിവർ കുത്തിന് പിടിച്ച് കാശ് മേടിക്കുകയൊന്നും ആയിരുന്നില്ല ചെയ്തത്. അതാത് കാലത്ത് അവിടെ ചെന്ന് കാര്യങ്ങൾ താഴ്മയായി ഉണർത്തിച്ച് കേന്ദ്രത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിനനുസരിച്ച് കിട്ടുന്ന കാശും പിടിച്ച് പൂരണ ചെയ്തത്. അത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണ്, നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ പേര് പോലെ ഹൃദയം നൈർമല്യമുള്ള ഒരു സ്ത്രീയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി. അവർക്ക് യാതൊരു അഹങ്കാരവുമില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര ധനകാര്യമന്ത്രിയാണെന്ന് വിചാരിച്ച് ഇവർ കാഞ്ചീപുരം പട്ട് സാരിയൊന്നുമല്ല കൊടുക്കുന്നത്, വില കുറഞ്ഞ കൈത്തറി സാരിയോ അല്ലെങ്കിൽ കോറ സാരിയൊക്കെയാണ് കൊടുക്കുന്നത്. മമതാ ബാനർജിയുടെ അത്രയും ലാളിത്യം ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും മോശമില്ലാത്ത രീതിയിൽ ലാളിത്യമുള്ള ഒരു മഹതിയാണ് നിർമ്മല സീതാരാമൻ.
മാത്രമല്ല പിണറായി വിജയൻ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ നിർമ്മലയെക്കാളും വളരെ പ്രായത്തിൽ മുതിർന്ന ആളാണ് പിണറായി. മാത്രമല്ല ഇദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. 6 മാസം കൂടുമ്പോൾ മയോ ക്ലിനിക്കിൽ പോയി പരിശോധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മുതിർന്ന ഒരു പൗരൻ, ഒരു മുതിർന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഇനി സെക്രട്ടേറിയറ്റിൽ വന്ന് കാണണ്ട, ഞാൻ അദ്ദേഹത്തെ കേരള ഹൗസിൽ വന്ന് കാണാം എന്ന് പറഞ്ഞു. കേരള ഹൗസിൽ വന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയന് സന്ദർഭത്തിനൊത്ത് ഉയർന്നു. ഇദ്ദേഹത്തിന് കൂടെ നമ്മുടെ ബാലഗോപാലനുണ്ടായിരുന്നു. ബാലഗോപാലിനെ ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ മുഖ്യമന്ത്രി താല്പര്യപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ പണ്ടാരോട് പറഞ്ഞിട്ട് മുക്രിക്കാൻ്റെ മോറ് കണ്ടാൽ ധിക്കരിക്കാൻ തോന്നൂല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബാലഗോപാലിനെ എന്തെങ്കിലും പറഞ്ഞ് അത് വഷളാക്കണ്ടെന്ന് വിചാരിച്ച് പുള്ളി എടുത്ത് പറഞ്ഞു, ബാല നീ പുറത്തേക്ക് വിളിക്കുന്നതിന് ആവശ്യമുള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലഗോപാൽ പുറത്തു വന്നു. അതേ സമയത്ത് നയചതുരനായ നമ്മുടെ തോമസ് മാഷിനെ അകത്ത് പ്രവേശിപ്പിച്ചു. അതുമല്ല, കേരള ഗവർണർ സാക്ഷാൽ ആർലേക്കർ അദ്ദേഹം ഉണ്ട്. ഇവർ 4 പേരും കൂടിയുള്ള ഒരു ചർച്ചയായിരുന്നു. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിണറായി വിജയൻ മലയാളത്തിൽ പറയും, തോമസ് മാഷ് അത് ഇംഗ്ലീഷിലാക്കും. അതിൻ്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നിർമ്മലയ്ക്ക് അത്യാവശ്യം മലയാളം കേട്ടാലും മനസ്സിലാവും, ഇംഗ്ലീഷ് കമ്പൽസറി അല്ല. പിന്നെ ആർലേക്കറുമുണ്ട്. അപ്പോൾ ഇവർ 4 പേരും കൂടി ഈ വികസന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു. കേരളത്തോട് വളരെ അനുഭാവപൂർണ്ണമായ ഒരു നടപടി കൈക്കൊള്ളാമെന്ന് ആ മഹദി സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധത്തിൽ ഇത്രയും ഊഷ്മളമായ, ഇത്രയും ഉദാത്തമായി തീർന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി കരുണാകരൻ കേരള ഹൗസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രണബ് മുഖർജി അദ്ദേഹത്തെ വന്ന് കണ്ടിട്ടുണ്ട് എന്നാണ് മനോരമക്കാരി ചരിത്ര രേഖകൾ നോക്കി പറയുന്നത്. അതുപോലെ അല്ലല്ലോ, മുഖർജി വന്നത് കോൺഗ്രസ്സിലെ വല്ല ഗ്രൂപ്പ് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലാണ്ട് രാജ്യപുരോഗതിയെക്കുറിച്ച് സംസാരിക്കാനോ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി കരുണാകരനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പണ്ട് ഈ ഭാഗൽപൂരിൽ വർഗീയതയുണ്ടായ സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന ബൂട്ടാ സിംഗ് തമിഴ്നാട്ടിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് സിനിമ നടി ഉണ്ണിമേരിയുമായി ചർച്ച നടത്തി നേടുന്നുണ്ട്. അതുപോലത്തെ ചർച്ചകളായിരിക്കും കരുണാകരനും മുഖർജിയും തമ്മിൽ നടത്തി കാണാൻ സാധ്യത. അല്ലാതെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ മറ്റൊന്നും ആയിരിക്കില്ല. പക്ഷേ കേന്ദ്രത്തിൽ സെക്രട്ടറി ചെല്ലുമ്പോൾ കരുണാകരനെ കാണുമ്പോൾ മുഖർജി എഴുന്നേറ്റ് വരുന്നു എന്നുള്ള വേറെ കാര്യം, അതൊക്കെ സത്യമാണ്. എങ്കിൽ പോലും ഇത് വിപരീത ദിശയിൽ നിൽക്കുന്ന 2 പാർട്ടികളാണ്. ഒന്ന് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ BJP, മറ്റത് മാർക്സിസം ലെനിനിസത്തിൽ അടിയുറച്ച CPM. ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അതിന് മധ്യസ്ഥനായിട്ട് ആരാണ്? ആയുഷ്കാല കോൺഗ്രസ്സുകാരനും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുമായിട്ടുള്ള നമ്മുടെ തോമസ് മാഷ്. അതിന് കൂടെ ആരാണ്? സാക്ഷാൽ RSSകാരനായ കാക്കി കളസക്കാരനായ കേരള ഗവർണർ ആർലേക്കർ. എന്തൊരു ഗംഭീരമായ ചർച്ചയെന്ന് നോക്കൂ. സത്യം പറഞ്ഞാൽ ഈ തോമസ് മാഷിൻ്റെ പേര് സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അയക്കേണ്ടതാണ്. കാരണം അന്താരാഷ്ട്ര ധാരണയ്ക്കും ലോക സമാധാനത്തിന് ഇത്ര വലിയ സംഭാവന കൊടുത്ത ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടാവില്ല. ആ ചർച്ചയിൽ ആശാ വർക്കർമാരുടെ കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് പിണറായി വിജയൻ പറഞ്ഞില്ല, അതുകൊണ്ട് ചർച്ചയായില്ല. അത് പുള്ളി പറയാത്തതിന് വേറെ കാരണമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. അനുഭാവപൂർണ്ണമായ സമീപനം നിർമ്മല സീതാരാമൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകിച്ചു. പിണറായി വിജയൻ അവിടം വരെ നടത്തിയില്ല. ഇനി ഔദ്യോഗിക വസതിയിൽ നിന്ന് കേരള ഹൗസ് വരെ വളരെ വില കുറഞ്ഞ ഏതാണ്ട് 16 ലക്ഷം രൂപ വിലയുള്ള ഒരു മാരുതി കാറിലാണ് നിർമ്മല സീതാരാമൻ വന്നിട്ട് പോയത്. നമ്മുടെ വിനു വി ജോൺ അത് പറഞ്ഞ് വികാരാധീനാവുന്ന കണ്ടു. കേരള ചക്രവർത്തി ഇവിടെ 22 വാഹനങ്ങളുടെ ഫയർ എഞ്ചിൻ്റെയും ആംബുലൻസിൻ്റെയും അകമ്പടിയോടുകൂടി സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ വെറും ഡൂക്ലി IASകാരും IPSകാരും ഹൈക്കോടതി ജഡ്ജിമാരും വരെ ഇന്നോവ ക്രിസ്റ്റയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി വെറും മാരുതി കാറിൽ യാത്ര ചെയ്യുന്നു. ആ ലാളിത്യം കണ്ടിട്ട് വിനുവിന് സഹിക്കാൻ പറ്റില്ല, തേങ്ങലടക്കാൻ പറ്റിയില്ല. അത് നിർമ്മല സീതാരാമനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. അവരങ്ങനെ ലാളിത്യത്തിൻ്റെ ഒരു പ്രതീകമായി വിരാജിക്കുന്ന ഒരു വനിതയാണ്. അവരുടെ ആ നയവും ഒരു വിനയവും അഭിനയവും പിണറായി വിജയനെ പോലും അവർക്ക് എന്താ പറയുക, വശീകരിക്കാൻ എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തെ വരെ നിർമ്മല സീതാരാമന് അതുകൊണ്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രത്യേകത. പണ്ട് ഗവർണറായിട്ട് ആരിഫ് ഖാൻ ഇരുന്നു. ആരിഫ് ഖാനും
ആ മുഖ്യമന്ത്രി തമ്മിൽ പൂരം ഉടക്കായി കഴിഞ്ഞപ്പോൾ കാര്യം RSSകാരനാണെങ്കിൽ പോലും 6 ഏക്കർ ഇങ്ങോട്ട് അയച്ചു. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇപ്പോൾ കേന്ദ്രവും കേരളവും ബായിയാണ്. പുറമെ കാണുമ്പോൾ പല തെറിയും അസഭ്യമൊക്കെ പറയുമെങ്കിലും ഇത് തന്നെയല്ലേ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? ഓർമ്മയില്ലേ? അവിടെ ജഗദീപ് ധൻകർ എന്ന് പറഞ്ഞ ഹരിയാനക്കാരനായ ആ ഒരു മുഷ്കനായിരുന്നു ആ ഗവർണറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മമതാ ബാനർജിയുമായിട്ട് പൂരടിയായിരുന്നു. അങ്ങനെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? ധാൻകറെ ഉപരാഷ്ട്രപതിയായിട്ട് ഡൽഹിക്ക് എടുത്തു. പകരം നമ്മുടെ ആനന്ദ ബോസിനെ അങ്ങോട്ട് അയച്ചു. ആനന്ദ ബോസ് എന്ന് പറഞ്ഞാൽ KV തോമസിൻ്റെ മൂത്താപ്പയാണ്. പുള്ളി അവിടെ ചെന്ന് 2-ാം ദിവസം മമതാ ബാനർജിയെ കുപ്പിയിലാക്കിയിട്ട് കോർക്കിട്ടടച്ചു. ഇദ്ദേഹം ബംഗ്ലാ ഭാഷ പഠിച്ചു. പിന്നെ ബംഗ്ലായിൽ പ്രസംഗിക്കാൻ തുടങ്ങി. മമതാ ബാനർജിയാണ് എൻ്റെ ഗുരു എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഗവർണറും ആ മുഖ്യമന്ത്രിയും ഒറ്റക്കരളായി. അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആ തൃണമൂൽ കോൺഗ്രസ് തന്ത്രപരമായി പിന്മാറി. കോൺഗ്രസിനോടും CPMനോടും സമദൂരം പ്രഖ്യാപിച്ചു. രണ്ടുപേരും ഈ അതിർത്തിക്കകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് BJPക്ക് ആത്യന്തികമായിട്ട് പല ഗുണങ്ങളും കിട്ടി. BJP എപ്പോഴും എതിർക്കും, എതിർപ്പാണ്. പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോൾ കൊല്ലത്തി ഒന്നും. ഇതാണ് ബംഗാളിലെ സ്ഥിതി. ഇത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മൗദൂദി ചാനലിൽ ഒരു ചർച്ച കണ്ടു. അതിൽ ഈ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ചങ്ങാതി വികാരാധീനായിട്ട് ചോദിക്കുന്നു, എന്തിനാണ് നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ വന്നത്? എന്തിനാണ് ഗവർണർ ആർലേക്കർ ഇതിൽ നടുക്കിരുന്നത്? അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് എന്താ കാര്യം? ഗവർണറും ധനകാര്യമന്ത്രി തമ്മിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഗവർണർ എന്തിനാണ് കേൾക്കുന്നത്? KV തോമസ് എന്തിനാണ് കേൾക്കുന്നത്? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് കേരള മുഖ്യമന്ത്രി ഇവിടെ പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ കുത്തിന് പിടിച്ചിട്ട് എടുക്കടി കാശ് എന്ന് പറഞ്ഞ കാശ് തരുമോ? നടക്കില്ല. നയാ പൈസ കിട്ടില്ല. അപ്പോൾ സ്നേഹമായിട്ട് ചോദിക്കാം, അവരുള്ള കാശ് തരും. അങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. ഇതൊന്നും ഇവർക്കൊന്നും മനസ്സിലാവില്ല. കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടില്ല, മൗദൂദികൾക്ക് മനസ്സിലായിട്ടില്ല, ലീഗുകാർക്കും മനസ്സിലാവില്ല. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിലാണ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയില്ലേ? സത്യത്തിൽ ചരിത്രം വഴിമാറി. ചരിത്രത്തിൻ്റെ ദിശ തന്നെ മാറി. ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കാണാം. ഞാനിപ്പോൾ അത് നേരത്തെ പ്രവചിച്ച് കുളമാക്കുന്നില്ല. അല്പം കൂടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.